ഹലോ ഗൈസ്, വെൽക്കം ടു വിച്ചുവേഴ്സ്. ഗൈസ്, ഇന്ന് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. 9:28 രാവിലെ. ഞങ്ങൾ ഉദയംപേരൂർ വരെ പോകണം. 10 മണി ടൈം, 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് അവിടെ ഉദയംപേരൂർ എത്തണം. ഉദയംപേരൂരാണ് വർക്ക്. ഒരു എൻഗേജ്മെൻ്റ് ആണ് ഗൈസ്. രാവിലെ പോണതിന് മുമ്പ് തന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത്. ഇവൻ പപ്പട കൊതിയനാണ് ഗൈസ്, അതുകൊണ്ട് ഇവന് പപ്പടം കൊടുക്കട്ടെ. പപ്പടം എന്ന് പറഞ്ഞാൽ അപ്പം അവന് പപ്പടം കൊടുക്കാം ഗൈസ്. അവന് പപ്പടം പാർലേജിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 9:15 എത്തുമെന്ന് പറഞ്ഞാൽ പൊന്നു 9:30 ആയി. ഇവർക്കൊന്നും പഞ്ച്വാലിറ്റി ഇല്ല ഗൈസ്. ഞാൻ നേരത്തെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, കുറേ നേരം റെഡി ആയിട്ടിരിക്കണം. 9:32 ആയപ്പോൾ വണ്ടി എത്തിയിരിക്കുന്നു. പൊന്നു, എൻ്റെ ബ്ലോഗിന് ഹായ് കൊടുക്കൂ. ഹായ് വിളിച്ചാട്ടാ. ഞങ്ങൾ ഉദയംപേരൂർ പോട്ടെ. അയ്യോ ലോക്കായില്ല കേട്ടോ. ഉദയംപേരൂർ എത്തിയിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ ഉദയംപേരൂർ എത്തി. നടക്കാവിലാണ് പരിപാടി. ഹോള് ഭയങ്കര ചെറിയ ഹോളാണ് ഗൈസ്. ഭയങ്കര ക്യൂട്ട് പരിപാടി. 50 പേരുടെ എന്തോ പരിപാടിയാണത്. ഞങ്ങൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി പെണ്ണ് വന്നിട്ട് പെണ്ണിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ട്. പെണ്ണ് വന്നിട്ടില്ല, ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞേക്കണേ. 10:30 ആയി, പെണ്ണ് ഇതുവരെ വന്നിട്ടില്ല. ഞാനപ്പോൾ പ്ലസ് ക്യുക്ക് വാങ്ങാൻ വേണ്ടി പോകണാണ്. ഒരു സാധനം പൊട്ടിയിരിക്കണം, അപ്പോൾ അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയായിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. പൊന്നും ഉണ്ണും ചേട്ടൻ കാറിലിരിക്കണേ. എന്നാൽ ആദ്യം കട കണ്ടുപിടിക്കട്ടെ. ഇവിടെ അങ്ങനത്തെ കടയൊന്നും കാണാനില്ല, കുറേ നേരം നടക്കണേ. ലാസ്റ്റ് നമുക്ക് സാധനം കിട്ടി ഗൈസ്. നടക്കട്ടെ. ഇനി അവിടെ എത്തിയിട്ട് വേഗം ഷൂട്ട് ചെയ്ത് തീർത്ത് വീട്ടിൽ പോട്ടെ. ആകെ ചെറിയ പരിപാടിയാണ്, 50 പേരുടെ പരിപാടിയാണ്. ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു പരിപാടിയാണെന്ന് തോന്നണ്. നോക്കട്ടെ എന്തായാലും. സ്പ്രോട്ടർ കറണ്ട എന്നാലും കയറി പറഞ്ഞല്ലോ. സാധനം ഒടിഞ്ഞു പോയി. എനിക്ക് ടിക്കറ്റ് ഇതൊക്കെ ഞാനിവിടെ വന്നപ്പോൾ ഞങ്ങളുടെ പോലത്തെ സെയിം കാർ കൂട്ടിയേക്കണ്ടേ? ഒന്നൊന്നുമില്ലല്ലേ. പെണ്ണെത്തി. ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്യട്ടെ. ഇനി പെണ്ണിനെ വിളിച്ച് പുറത്തിറക്കി പുറത്തുകൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ എടുക്കണം. പൊന്നു പെണ്ണിനെ വിളിക്കാൻ പോയിട്ടുണ്ട്. മുട്ടൻ വെയിലാണ്, എവിടെ നിർത്തി എടുക്കുമോ എന്തോ. പൊന്നു ഷൂട്ട് ചെയ്യാനാണ്. കാണാൻ കുറേ പേരുണ്ട്. ഗൈസ്, വർക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതിനിടയിൽ സദ്യ കഴിക്കാൻ കയറി. ഇനി എന്താ ഉള്ളത്? ഇനി പൈസ കഴിഞ്ഞു. ഇനി വേറെ ഫോട്ടോ എടുക്കാനല്ലേ? എനിക്ക് കപ്പിൾ ഫോട്ടോസ് എടുക്കണം. ഗൈസ്, അതും കൂടി കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു. ഞങ്ങൾ ഈ സദ്യ ആദ്യം ഫിനിഷ് ചെയ്യട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇവരെ കൊണ്ട് വേറെ ലൊക്കേഷനിൽ പോകണം. ഇവിടെ അടുത്തവിടെ എങ്ങാണ്ടാന്ന് പറഞ്ഞാൽ നോക്കട്ടെ. എന്നിട്ട് ആ ഫോട്ടോ കൂടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഗൈസ്. വർക്ക് കഴിഞ്ഞ്. പക്ഷെ എൻ്റെ വ്ളോഗ് അവസാനിക്കുന്നില്ല. വ്ളോഗ് ഇനിയും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. സോ ഹായ് ഗൈസ്, ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണമായിരുന്നു. അപ്പം വിഷ്ണു അവിടെ ഇരുന്ന് പണിയെടുക്കാണ്ട്. സോറി, സൂമാക്കി കാണിക്കാൻ പറ്റില്ല. അടുത്ത ക്ലിപ്പ് സൂമാക്കിയിട്ട് അവനെ കാണിച്ചു തരാം. ഇതാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ അനങ്ങാണ്ടിക്കില്ല, പണിയെടുക്കുക. ഞങ്ങൾ കപ്പലിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാണ്. വിഷ്ണു ഇവിടെ പാക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഉത്തരവാദിത്വം ഇല്ലാത്ത, സമയത്തിന് എത്തിയിട്ടില്ല. എന്താണ് ഉണ്ണിച്ചേട്ടാ പറയാനുള്ളത്? സമയത്തിന് വരില്ല, എല്ലാം പാക്ക് ചെയ്യില്ല. പണിയെടുക്കാണ്ട് ഇത്രയും നേരം വെറുതെ ഇരുന്നിട്ട് ഇപ്പോഴാണ് ഒരു പണി കിട്ടിയത്. അതുപോലെ അറിയില്ല. ഇവനിവിടെ വർക്കിനാന്ന് പറഞ്ഞ് കൂടെ വന്നിട്ട് ഇവരെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കാറില്ല. ഇവനിവിടെ വ്ളോഗ് ചെയ്ത് നടക്കലാണ് കാര്യം പറഞ്ഞ പിന്നെ പണി. വേറെ പണിയൊന്നും ഇല്ല. ഞാനല്ലേ എഡിറ്റ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയി കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് അവർക്ക് അടിച്ചു തരും. പെണ്ണിനും ചെക്കിനും ഇവിടെ അടുത്ത് നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ അവരുടെ കപ്പിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോവാം? മുറിഞ്ഞുപുഴ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് ഉണ്ട് ഇതിൻ്റെ അടുത്ത്. അതിൻ്റെ അടുത്ത് നല്ല സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്.
സോ ഗൈസ് നമ്മൾ ക്യാമറ തിരിച്ച് വിഷ്ണുവിന് കൊടുക്കുവാണ്. ദ വ്ളോഗർ വിഷ്ണു. ഓക്കെ, സി യു. താങ്ക് യു ഗൈസ്. ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്തേന്. അതെ അതെ. അപ്പൊ മനസ്സിലായില്ല അവരാകെ പണിയെടുത്ത് എത്ര നേരം അത്. ഇതെന്ന് പറഞ്ഞ കാര്യം ഞാൻ വെറുതെ ഇരിക്കുന്നത്. ഇടക്കിടക്ക് മാത്രം ലെൻസ് മാറ്റാൻ കൊടുത്തു. പിന്നെ ആദ്യം വന്നപ്പോൾ അതൊന്ന് വെച്ചു കൊടുത്തു. അത്ര ഉണ്ടായത്. അവരിറങ്ങിയിട്ടില്ല. അവരിറങ്ങണവരെ നമ്മ ഇനി വെയിറ്റ് ചെയ്യണമല്ലേ. അവരിറങ്ങണവരെ വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ അവരെ ഏതോ സ്ഥലത്തോട്ട് വന്നിറങ്ങണ്ടായി. പൊന്നും ഉണ്ണിച്ചേട്ടനും കൂടി ലൊക്കേഷൻ നോക്കാൻ പോയേക്കണാണ്. പിന്നെ ചെക്കനും പെണ്ണും വന്നിട്ടില്ല. അവരും കൂടി തന്നെ എന്നാലും ഷൂട്ട് തുടങ്ങോള്. അപ്പം എൻ്റെ കാറ് ഏൽപ്പിച്ചിട്ട് പോയേക്കണേ. ആരിലും വന്നാൽ മാറ്റിയിടാൻ വേണ്ടി. ലൊക്കേഷനൊക്കെ നോക്കി അവരെത്തിയിട്ട് വരുമ്പോൾ കാണാൻ. പെണ്ണും ചെക്കനും വന്ന് ഞാൻ വണ്ടി ഇവിടെ പാർക്കും ചെയ്തു. പൊന്നും ഉണ്ണിച്ചേട്ടനും കൂടി ഫോട്ടോ എടുക്കാനാണ്. ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഇവന്മാരെല്ലാം കൂടി എന്നെ അറ്റാക്ക് ചെയ്യുന്നു. 3 ഉണ്ട്. എടാ പോടാ. ഇവന്മാരും ഞങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും സമ്മതിക്കണല്ലോ. അത് ഞങ്ങളുടെ പുറകെ കിടക്കണം. ആരൊക്കെയാടാ വന്നേക്കണേ? ആരൊക്കെയാടാ എന്താണ് ബാഗിലൊന്നും ഇല്ല. പോടാ. ഇതെന്താണത്? പൊക്കോ. ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഒന്നുമില്ല. എന്താണ് അപ്പ എന്താ പരിപാടിയാണ്? അയ്യോ, ഇഞ്ചക്ഷൻ വെക്കാൻ എന്നെ കൊണ്ട് അയ്യ. അമ്പാടിക്ക് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ ദിവസം 26-ാം തീയതി ഇരുന്ന എൻ്റെ ലാസ്റ്റ് ഇഞ്ചക്ഷൻ. ഷൂട്ട് റാപ്പ് ചെയ്തു ഗൈസ്. ഞങ്ങിനി നേരെ റൂമിലേക്ക്. അവരും പോകണാണ്. ഞങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇവരെയും കൊണ്ട് ഹോളിൽ നിന്ന് നേരെ പൂത്തോട്ടയാണ് ഫോട്ടോ എടുക്കാൻ പോയത്. ഇപ്പോൾ പൂത്തോട്ടയിൽ ഞങ്ങൾ നൈസായിട്ടൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാണ്. വെള്ളം എത്തി. ഞാൻ ഉപ്പും മധുരമുള്ള സോഡാ ലൈമാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താ സുഖം. നല്ല ഈ വെയിലത്ത് നടന്നിട്ട് നമ്മ തൊണ്ടയൊക്കെ പറ്റി ഇതായിട്ടിരിക്കുമ്പോഴത്തേക്കും ഇത് കുടിക്കണം. അപ്പോൾ എന്ത് സുഖമാണെന്നറിയോ. അവൻ എന്തിനും എന്നെ വിളിച്ച്. അവൻ എന്താന്ന് വെച്ചോളൂ എന്ത് വരാൻ വീഡിയോ. ഹായ് വിച്ച് ഗൈസ് സെർച്ച് ചെയ്താൽ മതി കിട്ടും. പുതിയ സബ്സ്ക്രൈബറിനെ ഉണ്ടാക്കി. DJ action cam ब्लॉगिंग के लिए या मैं भी बनाता है वीडियो लेकिन मालूम नहीं है. വീഡിയോ എടുക്കാറുണ്ട് പക്ഷേ ക്യാമറ ഇല്ല. ഓ, ഇതും എൻ്റെ ക്യാമറ അല്ല, വേറൊരു ചേട്ടൻ തന്നതാ. അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ. ये उसका नहीं, ये दूसरा आदमी दिया है. कितना पैसा है ये? 15,000. 15,000. DJ action 2 യൂട്യൂബ് ചാനലല്ലേ? मेरे को भी नया यूट्यूब चैनल है अमीरुल 2K. आप लोग फॉलो कीजिए मेरे चैनल को. सब्सक्राइब कर दीजिएगा. ओके ब्रो, मैं सब्सक्राइब करेगा. ഓക്കെ, താങ്ക് യു. तुम्हारा ऑडियंस को बोलो मेरा चैनल को सब्सक्राइब करने के ചാനൽ നെയിം പറഞ്ഞോ. अमीरुल 2K सब्सक्राइब करो. ഗൈസ് സപ്പോർട്ട് ചെയ്യട്ടോ പുള്ളീനെ. പാവം. ടാറ്റാ. പക്ഷെ പറഞ്ഞൊരു ഇവനേക്കാളും ഫോളോവേഴ്സ് പുള്ളിക്കണ്ടെന്നാ തോന്നണേ. എന്റെ മറ്റേ അക്കൗണ്ട് എടുത്ത് ഞാൻ കാണിച്ചാൽ മതി. ഇവന് 2 അക്കൗണ്ട് ഉണ്ട്. ക്രേസി വ്ലോഗ്സ് വിഷ്ണു എന്ന് പറഞ്ഞാണ് ഇവനെ അറിയപ്പെടുന്നത്. ഇത് ഓണാക്കിയില്ലേ? വണ്ടി സ്റ്റാർട്ടാക്കാണ്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാൻ വിചാരിച്ചു എന്താ അത് അനങ്ങാത്തെ. ഓക്കെ, അപ്പൊ കാണാം. വിഷ്ണു വണ്ടി ഓടിക്കാൻ പോവാണ്. അതെ ഗൈസ്, ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് വീടെത്തി. അമ്പാടി വീട്ടിൽ പോയി. ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് വീടെത്തി. അമ്പാടി ആയിരുന്നു ഇവിടെ റൂമിൽ എന്ന് വെച്ചാൽ. അവൻ്റെ എങ്ങോട്ടാ പോണേ. ഇവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഇവർ എടുത്ത സാധനമൊക്കെ കോപ്പി ചെയ്യുന്നു. പിന്നെ താങ്കൾ ഡോറ് ക്ലോസ് ചെയ്യാണ്ടാണ് വന്നത്. അവസാനം ഞാനാണ് എല്ലാ സാധനവും എടുത്തുകൊണ്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് 2 സാധനം അങ്ങോട്ട് എടുക്കാനായിട്ട് പൊന്നടിയിട്ട് പോയായിരുന്നു. എന്നിട്ട് കാറ് പൂട്ടാണ്ട് താക്കോലും ഡോറിൽ തന്നെ വെച്ച് വന്നേക്കുന്നാണ് പറഞ്ഞത്. അമ്പാടീനെ കാണട്ടെ. ഒരു കുഴപ്പമുണ്ടായില്ല കൈ. അമ്പാടി പോയിട്ട് വന്നപ്പോൾ തിന്നാനായി ലോഡഡ് ഫ്രൈസും പിന്നെന്താ കൊണ്ടുവന്നേ? റാപ്പാ? എന്തോ
എന്താണ് ചീസി എന്തോ ചിക്കൻ? അതെ, നോൺ വെജ് റാപ്പാണ് കൊണ്ടുവന്നത്. പിന്നെ ലോഡഡ് ഫ്രൈസ്. ഗൈസ് ഞങ്ങൾ തിന്നട്ടെ. ഞാൻ വാങ്ങിച്ചതല്ല ഗൈസ്, എനിക്ക് അതെ ഒരു ആള് വാങ്ങിച്ചു തന്നാണ് അല്ലേ. ഏത് ഗൈസ് അമ്മയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഞാനൊക്കെ ബ്രോക്കാണ് ഗൈസ് ഞങ്ങൾ ഇന്ന് തിന്നെടുക്കണ്ടേ, എന്നിട്ട് കാണാം. ഒരു ആൽബം വരുന്നുണ്ട്, അതെടുക്കാൻ വേണ്ടി ഞാനും അമ്പാടിയും കൂടി വൈകിട്ട് പോണാണ്. അല്ലേ ഗൈസ് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ എങ്ങനെയെങ്കിലും വൈല ജംഗ്ഷൻ എത്തട്ടെ. അവിടെ വന്നാന്ന് പറഞ്ഞേ. പൊന്ന് വർക്ക് കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണത്തിൽ പൊന്ന് റൂമിൽ കിടക്കണേ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയതാ. അയ്യോ വണ്ടിയിട്ടുണ്ട് മോട്ടേഷൻ തന്നെ ബാക്കിന്ന് വണ്ടി പാട്ടിട്ടല്ല മൂടാവുള്ളൂ. ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തട്ടെ, എന്നിട്ട് വിളിക്കാം. പക്ഷെ വിളിക്കാൻ എന്നിട്ട് വരാം. ഞങ്ങൾക്ക് കിട്ടിയേക്കണ ടാസ്ക് വലിയൊരു ടാസ്ക്കാണ്. പുള്ളീനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ഹബ്ബില് എന്തോ ബസ് വരും, അതെന്തോ 3:15 തന്നെ എടുക്കും. അതിനുള്ളിൽ പുള്ളീനെ കണ്ടുപിടിച്ച് സാധനം എടുത്തോണ്ട് പോകാനാണ് പറഞ്ഞത്. ബസ് പോകണതിന് പുള്ളീനെ കണ്ടുപിടിക്കണം. 3:15 ആവുകയും ചെയ്തിട്ടുണ്ട്. പുള്ളീനെ വിളിച്ചിട്ട് കിട്ടണില്ല, ബസ്സും കാണാനില്ല. എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല. വണ്ടി കണ്ടെത്തി, പക്ഷെ വണ്ടിയിൽ ആളെ കാണാനില്ല. അതാണ് വണ്ടി, ആ NMS. പക്ഷെ അതിനകത്ത് ആളെ കാണാനില്ല. പുള്ളിയെ വിളിച്ചാൽ പുള്ളി എടുക്കണമില്ല. എന്ത് കാണിക്കുന്ന അറിയാൻ പാടില്ല. സാധനം കിട്ടാണ്ട് പോവോ? ഇതാണ് വണ്ടി. ആളില്ല ഇവിടെ. പുള്ളി ചായ കുടിക്കാൻ പോയെന്നാണ് വേറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത്. ആളെത്തി. ആൽബം എടുക്കട്ടെ. ആളെത്തി ഓർമ്മനിക്കാ. ഞാൻ ഇനി ജോൺ ഹോനായി അടിക്കട്ടെ. അയ്യോ ചെളിയെടുക്കാൻ ജോണിപ്പോ മൂഞ്ചാൻ. ജോൺ ഹോനായി ഇപ്പൊ ജോൺ ചെളിയായി ആയാന്. ഞങ്ങൾ ഹബിന്റെ നടക്കെ കൂടി ജോൺ ഹോനായി കളിക്കുന്നു. അടുത്ത ജോൺ ഹോനായി വന്ന വഴി ബ്ലൂഡാർട്ടി കയറി ഒരു കൊറിയർ വാങ്ങിച്ച് സൂര്യൻ വെളിച്ച മോത്തായിട്ട് അടിക്കുന്നു. കടിക്കുന്നതല്ല, അടിക്കണം എന്ന് പറഞ്ഞ. ഞങ്ങൾ റൂമിൽ പോട്ടെ, റൂമിൽ പോയിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ ആൽബം കൊണ്ടുവന്ന് പൊന്നിനോടുത്ത് പൊന്നു അതൊക്കെ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന അതൊക്കെ ചെക്ക് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒന്ന് വീട് വരാൻ പോകാമെന്ന് വിചാരിച്ച്. അമ്പാടിക്കും കുറച്ച് പരിപാടി ഉണ്ട്. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടില്ലല്ലോ. അപ്പോൾ വീട്ടിലും പോയിട്ട് ഒന്ന് നടുവ് നിർത്തണം. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. ഇന്നലത്തെ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. വീട്ടിൽ പോകേണ്ട ഞങ്ങൾ ഇവൻ സ്വിഗ്ഗി ഓടുന്നുണ്ട് പാർട്ട് ടൈമായി. ഇവൻ മാത്രമല്ല, ഞാനും കൂടെ കയറി പോകാറുണ്ട് ഇപ്പം. അതുകൊണ്ട് ഞങ്ങൾ പണ്ട് പോയിക്കൊണ്ടിരുന്ന വെച്ചായിരുന്നു. ഇപ്പോൾ ഫണ്ടിന് ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകണമെങ്കിൽ ഇവൻ ഓണാക്കി. ഇവൻ ഓടാൻ വേണ്ടിയായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോണായിരുന്നല്ല. എന്നിട്ട് ഇവൻ ഓണാക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഓർഡർ അടിച്ചിട്ടുണ്ട്. അൽഡ്രീം എന്ന് പറഞ്ഞ ഒരു OG മന്തി ഇടണമല്ലോ ഗൈസ്. നിങ്ങൾ എറണാകുളത്തുള്ളവരാണെങ്കിൽ, അതും വൈല ഭാഗത്തൊക്കെ ആണെങ്കിൽ, ഇവിടെ തമ്മനത്ത് അൽഡ്രീം എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ നല്ല OG മന്തി അല്ലേ, ഒരു സെറ്റ് സാധനമാണ് ഗൈസ്. നിങ്ങൾ അത് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വേണമെങ്കിൽ അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിപ്പോൾ എന്താണ് പറയുന്നത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം പറയണ്ട. ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം, എന്നെ പറ്റിയല്ല ഗൈസ്. എന്താണ് ഇപ്പൊ ഞങ്ങൾ അൾട്രീമീറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരട്ടിയിട്ട് ഓർഡർ, ഒരു ഓർഡറിന് എത്ര രൂപയെന്ന് അറിയോ ഗൈസ്? ഗസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കമന്റ് ഇട്, ഞാൻ വേണമെങ്കിൽ പറയാം. എത്രയാണോ? 77 ഗൈസ്. 77 രൂപയാണ്. 77 രൂപ ഒരു ഓർഡറിന് ഗൈസ്. ലാഭം ഉണ്ടാന്ന് വെച്ചാൽ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിൽ ലാഭമാണ്. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും ഓർഡറൊന്നും കിട്ടണില്ല. അതുകൊണ്ട് കുറച്ച് നഷ്ടവും കൂടിയാണ്. ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ മൈലേജ് കുറവായതുകൊണ്ട് അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. പിന്നെ കറണ്ടിന്റെ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ സെറ്റ്. നിങ്ങൾ റിച്ച് തന്നെ, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഓഫീസിലൊക്കെയാണ് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ അതൊക്കെ വിട്ട് നേരൊരു വണ്ടി എടുക്കുന്നു, നേരെ ചെയ്യോടുന്നു, റിച്ച് ആവുന്നു, സെറ്റ് തന്നെ. 6 സ്വന്തം പണി. 6 അടിമപ്പെട്ടുള്ള പണിയൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ളപ്പോ ഓടാൻ ഇറങ്ങാം, ഇഷ്ടമുള്ള രീതിയിൽ ഓടാം. വേണമെങ്കിൽ എടുത്ത് തിന്നോ നിങ്ങൾ. ഒരു കുഴപ്പമില്ല.
ഞാൻ തിന്നോന്നൊക്കെ പറയും, തിന്നു കഴിഞ്ഞാൽ ബാക്കി കൊടുക്കേണ്ട ആളുടെ സാധനം നിങ്ങൾ കേട്ടോളൂ. വിശക്കണമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആവേശത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞ നമ്മ ജോലി ചെയ്യുമ്പോൾ മാന്യമായിട്ട് ജോലി ചെയ്യണം, കറക്റ്റ് സാധനം കൊണ്ടേ കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടപ്പോൾ ഫുഡൊക്കെ കഴിക്കാം, വെള്ളം കുടിക്കാം, റെസ്റ്റ് ചെയ്യണേ റെസ്റ്റ് ചെയ്യാം, ഫോൺ നോക്കാം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഇങ്ങനെ ആരുടെയും അടിമപ്പെട്ട് പണിയെടുക്കുകയോ ബാക്കിയുള്ളവരുടെ ചീത്തയൊക്കെ ആയിട്ട് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇപ്പം എല്ലാ സ്ഥലത്തും ഇപ്പം അങ്ങനെയൊന്നല്ല, ചില സ്ഥലത്ത് ഇപ്പം എല്ലാവരും കമ്പനി മൈൻഡിലൊക്കെയാണ് കാണുന്നത്. എന്നാലും കുറേ സ്ഥലത്ത് മറ്റേ മുതലാളികളെയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് ഇരിക്കണ പരിപാടി അധികം ഇതിന് കയറിക്കും എല്ലാവരും. ഞങ്ങൾ സ്ഥലത്തെത്തി ഗൈസ്. ഇതാണ് അൽഡ്രീം. റെഡിയാ ഗൈസ്? ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫുഡ് റെഡിയാണ് സാധനം. റെഡി കൊടുക്കും അല്ല പിക്കപ്പ് കൊടുക്കല്ലേ ഗൈസ്? അത് പിക്കപ്പ് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഓർഡർ ID പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓർഡർ തരും ഗൈസ്. ഓർഡറിലൊരു OTP ഉണ്ടാവും ചില സ്ഥലത്ത് അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ OTP അടിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷൻ എങ്ങോട്ടാണ്? പെനി മാത്രം കണ്ടാൽ മതി. പെനിയാ പേര്? ഹായ് ഗായ്സ്, നല്ലൊരു പേരാണ് വന്നിരിക്കുന്നത്. വേണ്ടപ്പെട്ട ഗായ്സ്, ഞങ്ങൾക്ക് ഈ സാധനം കൊണ്ട് കൊടുക്കട്ടെ. മരത്തിലാണ്. അതിനു മുമ്പ് ചിലപ്പോൾ ഇവൻ എന്നെ കൊണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ഇത് കൊടുക്കുന്നത് കാണാൻ ഞാനുണ്ടാവില്ല, നിങ്ങളുണ്ടാവില്ല. അമ്പാടി മന്തി എത്താടാ? ഞാനൊക്കെ നീയെത്തിയിട്ടില്ല, മന്തി എത്ര മിക്കാറും ഇവനെന്നെ ആക്കിയിട്ട് പോകുമ്പോൾ മന്തി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ മറക്കും. എന്നിട്ട് ഞാൻ തിന്നും. ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അമ്പാടി വന്നു. ഞാൻ പോണേണ്. വീട്ടിൽ നിന്ന് ഞങ്ങൾ റൂമിലെത്തി. ഇവനിനി കുറച്ച് സാധനം എഡിറ്റ് ചെയ്യാനുണ്ട്, എനിക്കും കുറച്ച് സാധനം കൂടെ എഡിറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി പിടിക്കട്ടെ ഗൈസ്. അപ്പൊ ടാറ്റ. റൂമിലെത്തിയ ഞങ്ങൾ ഒരു നാരങ്ങവെള്ളം കുടിക്കാന്ന് വിചാരിച്ചു. നല്ല മഴ, അപ്പൊ നാരങ്ങവെള്ളം കുടിക്കാൻ തോന്നി. നാരങ്ങവെള്ളം എത്തി. എന്തായിരുന്നു പറഞ്ഞത്? സോഡ സർവത്താ. എന്താ മിണ്ടാണ്ടിക്കണേ ഗൈസ്? നിങ്ങളും വേണമെങ്കിൽ കുറച്ച് കുടിച്ചോ. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുടിക്കാൻ കാണിച്ചേ. നല്ല താപമുണ്ട് ഗൈസ്. റൂമിൽ വെള്ളമില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് വെള്ളം കുടിക്കാനാണ് ഡെയിലി വരിക. എന്താണ് വരാടാന്ന് മച്ച് ഗ്ലാസ് പിടിച്ചോണ്ട് മുഖം ചെറിഞ്ഞേക്കണത്തെ. അതെനിക്കും വരാട ഇട്ടാടാ. നീ ചായ അടിക്കണേ? അടി ഒഴിക്കണിട്ട് നിങ്ങക്ക് എന്ത് തോന്നുന്നു? അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ദൈവനൊക്കെ ഒന്ന് ഉറങ്ങാൻ തുടങ്ങി. ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ഓക്കെ, ടാറ്റ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.